ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എപ്പോഴും വഴക്കുള്ള വീട്. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ട് കേട്ടോ. ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ ചില്ലറ വഴക്കുകളൊക്കെ പതിവാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അത് തന്നെയാണ്. എപ്പോഴും വഴക്ക് മൂത്ത് കഴിഞ്ഞാലോ, ചില്ലറ വഴക്കൊക്കെ ഉണ്ടാകും, പക്ഷെ വഴക്ക് മൂക്കുമ്പോഴോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വഴക്കൊന്ന് സോൾവ് ചെയ്യാം, അത് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ തുടങ്ങാം. ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ ചില്ലറ വഴക്കുകളൊക്കെ പതിവാണ് അല്ലേ. എന്നാൽ വഴക്ക് മൂത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് പറയാറ്? ഇത് ഇപ്പോഴും കൂടി ഞാൻ പറഞ്ഞ കാര്യമാണ്. അടുത്ത വീട്ടിൽ നോക്കി പഠിക്കുക. അവിടെ എന്തൊരു ഒത്തൊരുമയായിട്ടാണ് പോകുന്നത്. അവരെ കണ്ടു വേണം നിങ്ങൾ പഠിക്കാൻ. ഇങ്ങനെ കുറേ നാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ കുറേ പ്രാവശ്യം പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഭർത്താക്കന്മാർ അപ്പുറത്തെ വീട്ടിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇവളെന്താണ് കുറേ നാൾ കൊണ്ട് കുറേ പ്രാവശ്യം പറയുന്നത്, അപ്പം എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാമെന്ന് പറയും അല്ലേ. അങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാനൊരു കോമഡി ആയിട്ടാണ് പറഞ്ഞത്, ഞാനിങ്ങനെയുള്ള ആളൊന്നും അല്ല. അപ്പം എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു രസം തോന്നണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഞാൻ പല കാര്യങ്ങളും വഴക്കുണ്ടാക്കാൻ നോക്കില്ല. അവർ വഴക്കുണ്ടാക്കാൻ വന്നാലും ഞാനത് ഒഴിഞ്ഞു മാറിപ്പോകാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം പറയുമ്പോൾ, നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന വാക്കല്ലേ, നമ്മൾ പറയില്ല അടുത്ത വീട് നോക്കി പഠിക്കാൻ. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, കുറേ പ്രാവശ്യം പറയുമ്പോൾ ഒരു പ്രാവശ്യം പിന്നെ അവർ ശ്രദ്ധിക്കാൻ നോക്കും. എന്തായാലും എന്തോ ഒരു കാര്യം ഉണ്ട് തോന്നണോ പറഞ്ഞിട്ട് ശ്രദ്ധിക്കാൻ നോക്കും, നമ്മളുടെ മുമ്പിലെല്ലാം ഒളിച്ചെങ്കിൽ കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി കൂടുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു? ആ വീട്ടിലോട്ടൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി, അടുത്ത വീട്ടിലോട്ട്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ ഭാര്യ പാചകം ചെയ്യുന്നു, പിന്നെ കറിക്കരിയുന്നു, പിന്നെ എന്തൊക്കെയോ തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അതുപോലെ ഭർത്താവ് അവരോട് ചിരിച്ച് സംസാരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ഇവിടത്തെക്കാളും രസമായിട്ടുള്ള ഒരിതാണ് അവിടെ. മക്കളോട് കുശലം ചോദിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പല ഇതും ഈ ശ്രദ്ധിക്കുന്നതിനിടയിൽ കണ്ടു അടുത്ത വീട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത വീട്ടിൽ ഒരാൾ പെട്ടെന്ന് വന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത്, വീട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ അടുത്ത വീട്ടിൽ ഇയാൾ ശ്രദ്ധിക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ അയാൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ കതക് തുറക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടായിരുന്നു. ആ ഫ്ലവർ പോട്ട് കയ്യിൽ തട്ടിയിട്ട് അറിയാതെ ഇങ്ങനെ കൊണ്ട് അത് താഴെ വീണ് ചെതറി പല കഷ്ണങ്ങളാവും. നല്ലൊരു എന്താ പറയുക അതിന്, എന്തോ ഒരു ഫ്ലവർ പോട്ടാണ്, വില കൂടിയത്. അപ്പോൾ അത് പൊട്ടി ചെതറി അവിടെ എല്ലാം കഷ്ണങ്ങളായി കിടക്കുന്നു. അപ്പോൾ അത് പോയി പറക്കാൻ നിൽക്കുമ്പോൾ അതൊക്കെ കൂട്ടിവാരി കാലിലൊക്കെ കുത്തുമല്ലോ. സ്വാഭാവികമായി നമ്മളാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും അല്ലേ. അപ്പോൾ അത് പറക്കാനായിട്ട് പോകുമ്പോൾ ഭാര്യയും കൂടെ ചെന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ആ കുപ്പിച്ചില്ലല്ല, അങ്ങനെ ഫ്ലവർ പോട്ട് അതൊക്കെ വാരിയെടുക്കുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭാര്യയും കൂടെ ചെല്ലുമ്പോൾ ഭർത്താവ് പറയും, ഞാൻ അറിയാതെ എൻ്റെ കൈ തട്ടി അങ്ങനെ വീണ് പോയതാണ്, സോറി കേട്ടോ എന്ന് പറയും ഭർത്താവ് ഭാര്യയോട്. അപ്പോൾ ഭാര്യ പറയും, അത് കുഴപ്പമൊന്നുമില്ല, ഇത് എൻ്റെ തെറ്റും കൂടിയാണ്. അതായത് ഞാൻ കുറേ നാൾ കൊണ്ട് അവിടെ വെച്ചു ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കും, ഇങ്ങനെ കുറേ നാളായിട്ട് അതെടുത്ത് മാറ്റണം എന്ന്. ഇത് എൻ്റെ തെറ്റും കൂടിയാണ്, അപ്പോൾ സാരമില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ പറയും. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാനും അങ്ങനെ ചെയ്യില്ല കേട്ടോ. സ്വാഭാവികമായിട്ടും എല്ലാവരും പൊട്ടിത്തെറിക്കും അല്ലേ.
അപ്പം അങ്ങനെ അവർ ശരിയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താണ് എന്തോ എൻ്റെ കയ്യിൽ ഭയങ്കര ഒരു കൊതുക് അടിക്കുന്നത്, ഞാൻ അതിൽ ശ്രദ്ധിച്ചു പോയി കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത്ര നേരം ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ ഭാര്യ, എൻ്റെ തെറ്റും കൂടിയാണ്, നിങ്ങളുടെ അല്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായത് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും തെറ്റുകാരും അല്ലേ. അപ്പോൾ എന്തോ പറഞ്ഞു, കുറേ നാളായി വിചാരിച്ചു. അപ്പം അങ്ങനെ കൊതുക് ഭയങ്കര കടിക്കുന്നു. അപ്പം എൻ്റെ ശ്രദ്ധയൊക്കെ അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? അതായത് ഇത്ര നേരം അവിടെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, ആ വീട്ടിൽ അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു. അപ്പോൾ ഇയാൾ ആ വീട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ മനസ്സിലായത് എന്താണ്, അവർ രണ്ടുപേരും തെറ്റുകാരും, അതായത് അയൽക്കാർ രണ്ടുപേരും തെറ്റുകാരും, നമ്മൾ എപ്പോൾ നോക്കിയാലും ശരി മാത്രമേ ചെയ്യാറുള്ളൂ അല്ലേ. അപ്പോൾ ഈ മാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവരൊക്കെ എപ്പോഴും ശരിയാണ് ചെയ്യുന്നത്, അവിടെ നോക്കുമ്പോൾ തെറ്റാണ് കേട്ടോ അപ്പുറത്തെ വീട്ടിലെ. അങ്ങനെയാണ്. അപ്പോൾ ശരി മാത്രമേ ചെയ്യുകയും അങ്ങനെ ഒരു ഇതാണ്, ക്യാരക്ടറാണ് നമ്മളുടെ. അങ്ങനെ സ്വയം ശരിയെന്ന് ഉറപ്പിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായില്ലേ? നമ്മളുടെ തന്നെ ശരിയെന്ന് നമ്മൾ ശരിവെക്കുകയും മറ്റുള്ളവർ എന്താണ് സ്വയം ശരിയെന്ന് ഉറപ്പിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർ തെറ്റാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായില്ലേ? പിന്നെ രണ്ടുപേർ തമ്മിൽ വഴക്കിടുന്നതിനേക്കാൾ നല്ലത് എന്താണ്, വഴക്കിടുന്നതിനേക്കാൾ നല്ലത് വഴക്ക് നിർത്തി സ്ഥലം മാറ്റി, ഈ വഴക്കിടുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി നിന്ന് വഴക്കിട്ട് നോക്കൂ. കുറേ കൂടി സേഫായിരിക്കും. അതായത് സ്ഥലം മാറി നിന്ന് വഴക്ക് കൂടി നോക്കൂ, വഴക്ക് അവിടെ അവസാനിക്കും കേട്ടോ. നമ്മൾ വഴക്കിടുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയോ സ്ഥലം മാറിയോ ഒക്കെ നിന്ന് വഴക്കിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ അവസാനിക്കും വഴക്ക്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ തുടങ്ങി വലിയ വഴക്കാകുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ചെറിയ ചെറിയ പ്രശ്നം, നമ്മൾ ചെറിയ ചെറിയ പ്രശ്നമായിരിക്കും, അത് പറഞ്ഞ് വലിയ നിസ്സാര വഴക്കുകളായിരിക്കാം, അത് പറഞ്ഞ് വലിയ വഴക്കുകളായി മാറും. അതിൻ്റെ എന്താണ് പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിസ്സാര വാക്കുകളെ തുടങ്ങിയായിരിക്കും ഒരു വഴക്ക് തുടങ്ങുക. ലാസ്റ്റ് വഴക്കിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നമായി അങ്ങനെ വാക്കുകൾ എന്താണ് വലിയ ഒരു ചുമട് പോലെയാവും. അപ്പോൾ എന്താണ്, കൊതുക് കടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഈ വാക്കുകൾ എന്താണ്, അങ്ങനെ ഇതിൻ്റെ പ്രശ്നം വന്നിട്ട് വാക്കുകളാണ് കേട്ടോ. ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ വാക്കുകൾ അപ്രസക്തവും അതിൻ്റെ രീതി ഉണ്ടല്ലോ പ്രസക്തവുമാവും. വഴക്കിടുന്ന രീതി ഒരേപോലെ ആയിരിക്കും, പക്ഷെ ആ വാക്കുകൾ എന്താണ് അപ്രസക്തവും അതിൻ്റെ രീതി പ്രസക്തവുമാകും. അതായത് വഴക്കിൻ്റെ രീതി പ്രസക്തമാകും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് വഴക്കുണ്ടായത് എന്നതിനേക്കാൾ എങ്ങനെ വഴക്കുണ്ടായി എന്നതാണ് ഉള്ളിലെ തെളിവുകൾ എന്താണ് പുറത്തു വരുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കും അല്ലേ, എന്തിനാണ് വഴക്കുണ്ടാക്കിയത്, എങ്ങനെ വഴക്കുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലെ തെളിവുകൾ പുറത്തു വരും. വഴക്കെല്ലാം ജയിച്ചാലും എന്താണ് വഴക്കുണ്ടായവരെ നഷ്ടപ്പെടും അല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി എല്ലാം ചെയ്തു കഴിഞ്ഞാലും വഴക്കൊക്കെ ആര് ജയിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വഴക്കിടുന്നത്. അങ്ങനെ വഴക്കുകളൊക്കെ ജയിച്ചാലും എന്താണ് പിന്നെ നഷ്ടപ്പെടുന്നത് എന്താണ്, വഴക്കുണ്ടായവരെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ. പിന്നെ അവിടെ ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വഴക്കിടുന്നവരെ നഷ്ടപ്പെട്ടിട്ട് അവിടെ ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതാണ് ഈ വഴക്കിൻ്റെ ഓരോ പ്രശ്നത്തിലും ഉണ്ടാകുന്നത്.
ഓരോ വഴക്കിലും ആരാണ് തെറ്റുകാർ എന്ന് കണ്ടെത്തുന്നതിനേക്കാൾ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു തെറ്റും ആവർത്തിക്കില്ല കേട്ടോ. അല്ലേ? നമ്മൾ വഴക്ക് കൂടണ തന്നെ ആര് ജയിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു രീതികളാണ്. അപ്പോൾ അതിനൊക്കെ പുറമെ ഓരോ വഴക്കിലും ആരാണ് തെറ്റുകാർ എന്ന് കണ്ടെത്തുന്നതിനേക്കാൾ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു തെറ്റും ആവർത്തിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ചെറിയ ചെറിയ വീട്ടിൽ വഴക്കുണ്ടായി അത് വലിയ ഒരു വഴക്കായി മാറുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എനിക്ക് സ്ഥലം മാറി കേട്ടോ. ഞാൻ അവിടെ തന്നെ ഇരിക്കുക, ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് അതിനുള്ള സമയമില്ല. എനിക്കിന്ന് സമയം വളരെ ഫാസ്റ്റാണ്. അപ്പം ഞാൻ മാറി ഒരു ഇതിലിരുന്നപ്പോൾ നല്ല വെളിച്ചവും ഓഡിയോ സൗണ്ടും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നപ്പോൾ കൊതുക് എന്നെ സമ്മതിക്കുന്നേ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി. അത് നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.